ലിവർ സിറോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വയറിൽ അസിഡിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് തോന്നും എന്നാൽ എല്ലാ അസിഡിറ്റി ഉള്ളവർക്കും വരേണ്ടതല്ലേ എന്നുള്ളത്. ഓരോ ജനറ്റിക്കലായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ചിലർക്ക് അസിഡിറ്റി കൊണ്ട് ലിവറാണ് കേടാവുന്നതെങ്കിൽ മറ്റൊരാൾക്ക് കണ്ണായിരിക്കാം നശിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പാങ്ക്രിയാസിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് പ്രമേഹമായിരിക്കും, അല്ലെങ്കിൽ ഹൃദ്രോഗമായിരിക്കാം. അപ്പോൾ കാരണം പലപ്പോഴും വയറിലുണ്ടാകുന്ന അസിഡിറ്റി തന്നെയാണ്. ഈ അസിഡിറ്റിയെ അവഗണിച്ചുകൊണ്ട് ആയുർവേദ മരുന്ന് എന്ന് പറഞ്ഞ് ആയുർവേദത്തെ പഴിചാരുന്നത് അപലപനീയമാണ്. അപ്പോൾ ലിവർ സിറോസിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അസിഡിറ്റിയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വന്നു ലിവർ സിറോസിസ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ ആ ഒരു വാരിയൽക്ക് ഉള്ളിലാണ് ഈ ലിവറൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായ ഇൻഫ്ലമേഷൻ, ഭയങ്കരമായ ചൂടുണ്ടായിരുന്നു. 10-15 വർഷമായിട്ട് ലിവറിൽ ഭയങ്കര എൻസൈംസ് എല്ലാം SGOT SGPT ഒക്കെ കൂടുതലാണ്. ഈ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് മുതലാണ് ലിവർ കംപ്ലൈന്റ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് മഞ്ഞപ്പിത്തം വന്നതിന് ശേഷമാണ് ലിവർ കേടായത്, ലിവറിന് നാശം സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിന് ബിലിറൂബിനൊക്കെ നോർമൽ ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ ആയുർവേദത്തിൽ പറയും ധാതുഗത ജ്വരം എന്ന് പറയും. അത് ഒരു അവയവത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ, വൈറസിന്റെ സാന്നിധ്യം നിന്ന് കഴിയുമ്പോൾ അത് മൈൽഡായിട്ട് ആ ലിവറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് പേരെ ഞാൻ എൻ്റെ ലിവറിന്റെ ചികിത്സയുടെ ഇടയിൽ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അതായത് അസിഡിറ്റിക്ക് പുറമെ മഞ്ഞപ്പിത്തം വന്ന് അത് യഥാർത്ഥ ചികിത്സ കിട്ടാതെ അത് ലിവർ സിറോസ് ആയിട്ട് മാറിയിട്ടുള്ള വ്യക്തികളെയും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം അമിതമായിട്ട് കൊഴുപ്പ് കഴിച്ചുകൊണ്ട് ലിവർ സിറോസിസ് വരുന്നില്ല, ഫാറ്റി ലിവർ മാത്രമാണ് സംഭവിക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അതുപോലെ തന്നെ മദ്യപാനത്തിന് തീർച്ചയായിട്ടും ലിവർ സിറോസ് വരും. അതിൽ നമുക്ക് സംശയമുള്ള കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മദ്യപാനത്തിലാണെങ്കിലും മദ്യം വിഷമാണ്, മദ്യം അത് ലിവർ കോശങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി അത് ഒരുപാട് അസിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനം കൂടിയാണ്. ഞാൻ പറഞ്ഞു വന്ന എൻ്റെ ഇപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് അസിഡിറ്റിയാണ് ലിവർ സിറോസിസിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അസിഡിറ്റിയെ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ലിവർ സിറോസിനെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് തോൽപ്പിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫൈബ്രോ സ്കാൻ ഒക്കെ ചെയ്ത രോഗികളൊക്കെ വരുമ്പോൾ 47 ഫൈബ്രോ സ്കാനിൽ വന്നിട്ടുള്ള രോഗികളൊക്കെ നമ്മൾ ചികിത്സിച്ച് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നവരുണ്ട്. 20 ഫൈബ്രോ സ്കാനിൽ സ്കോർ വന്നിട്ട് അതൊക്കെ നോർമലിലേക്ക് കൊണ്ടുവന്നിട്ട് വ്യക്തികളെ നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ ചികിത്സിച്ച് ഞാൻ പറയും ലിവർ സിറോസിന്റെ ഏറ്റവും ബെസ്റ്റ് ചികിത്സ ഇരിക്കുന്നത് ആയുർവേദത്തിലാണ്. ആയുർവേദത്തിലൂടെ മാത്രമാണ് നമുക്ക് ആ ലിവറിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ആയുർവേദ ഡോക്ടറെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ ഫാറ്റി ലിവർ, ലിവർ സിറോസിസ് എന്നുള്ള ആ രോഗങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല.